ഉളിക്കൽ പഞ്ചായത്ത് 14-ാം വാർഡ് ഉളിക്കൽ ഈസ്റ്റ് വാർഡിൽ സ്ഥാനാർത്ഥി 3-ാം ഘട്ട മെഗാ സ്ക്വാഡ് ഗൃഹസന്ദർശനം നടത്തി. വാർഡ് ചെയർമാൻ ബേബി തെങ്ങുമുണ്ടിൽ, കൺവീനർ ഷംസുദ്ദീൻ PA, ബീരാൻ MC, ജോസ് കളരിക്കൽ, അനിൽ മണിക്കൊമ്പൽ, ദിലീപ് മാത്യു, അൻവർ CP, ജോസ് MP, യൂസഫ് CJ, സിജോ കിഴക്കേത്തയ്യിൽ, ചാക്കോ കാനാട്ട്, ഓലിക്കൽ ജോസ്, മിനി കുന്നേൽ, ഷൈല കാനാട്ട്, ബീന തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉളിക്കൽ ഈസ്റ്റ് വാർഡിൽ UDFിൻ്റെ മുന്നേറ്റം വളരെ വ്യക്തമാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർഡിലെ മുഴുവൻ ആളുകൾക്കും എന്നെ അറിയാം. 40-40 വർഷത്തിലധികമായി ഈ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു മുഖങ്ങളും വോട്ടറായി ഈ വാർഡിലില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. ഓരോ വീടുകളിലെത്തുമ്പോൾ, ഓരോ വോട്ടറെ കാണുമ്പോൾ അവർ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയും അവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഇത്രയും കാലങ്ങളായി നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുമെല്ലാം വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വലിയ ഒരു മാറ്റം, വലിയ ഒരു മുന്നേറ്റം വികസന രംഗത്തും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തന രംഗത്തുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. നമ്മുടെ വാർഡിൽ മാത്രമല്ല, നമ്മുടെ ഈ മേഖലയിൽ ഒന്നടങ്കം വലിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ വ്യാപിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു വലിയ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ യുവാക്കൾക്ക് കളിസ്ഥലം പോലുള്ള കായിക വിനോദത്തിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വിജയിക്കുന്നതിന്, മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കും. അതുപോലെ നമ്മുടെ നാട്ടിൽ നിരവധി കിടപ്പ് രോഗികളുണ്ട്. അവർക്കൊക്കെ നല്ല മികച്ച പരിചരണം ഉറപ്പുവരുത്തും. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. റോഡും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും മാത്രമല്ല, അതൊക്കെ നടപ്പിലാക്കും. നമ്മുടെ വാർഡിലുള്ള മുഴുവൻ റോഡുകളും, ഗ്രാമീണ റോഡുകളും ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതോടൊപ്പം മുഴുവൻ റോഡുകളെയും വഴിവിളക്കൽ സ്ഥാപിച്ചുകൊണ്ട് വെളിച്ച വിപ്ലവം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ നമ്മുടെ പല മേഖലകളിലും ഇപ്പോൾ വോൾട്ടേജ് ക്ഷാമം പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പരാതികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വൈദ്യുതി ബോർഡുമായും കേരള സർക്കാരുമായും ബന്ധപ്പെട്ട് അത്തരം വൈദ്യുതിയുടെ ക്ഷാമം പരിഹരിക്കുന്നതിന്, വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വാർഡിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട്, അതുപോലെ ഭക്ഷണം, അതുപോലെ മരുന്ന്, കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട്. ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വെള്ളം കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുമൂലം കുടിവെള്ളത്തിന് വലിയ പ്രശ്നം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ സ്വന്തമായി പഞ്ചായത്ത് മുഖേനയും അതുപോലെ മറ്റ് ഏജൻസികൾ മുഖേനയും സന്നദ്ധ സംഘടനകൾ മുഖേനയും കുഴൽക്കിണറും അതുപോലെ തന്നെ കുടിവെള്ള വിതരണ പദ്ധതികളും ആരംഭിച്ചുകൊണ്ട് ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകും. മനുഷ്യത്വപരമായ സമീപനത്തോടുകൂടി ഉള്ള പ്രവർത്തനമായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുകൂടി ഉറപ്പു നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് MLAയും MP-യുമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് മെമ്പർ എന്നതിനപ്പുറമുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് ഞാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലകളിൽ ഞാൻ ഈ ഉളിക്കലിലുണ്ടായിരുന്നത് പോലെ ഇന്നും ഉളിക്കലിലുള്ളതുപോലെ നാളെയും ഈ ഉളിക്കലിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഉളിക്കലിലെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കും. അതിനുവേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഉളിക്കലിനെ വേറെ ലെവലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരമായി 14-ാം വാർഡ് ഈസ്റ്റ് വാർഡിലെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.